കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ബി.ജെ.പിയും താമരയും കരുത്താർജിക്കുന്നത് കണ്ട് വിറളി പൂണ്ട വർഗീയ അഴിമതി കൂട്ടുകെട്ടുകൾ ഒടുവിൽ തരം താണ ഉപചാപങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ജനപിന്തുണയോടെ വിജയത്തിലേക്ക് കുതിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നേരിടാൻ രാഷ്ട്രീയമായി കരുത്തില്ലാത്ത കോൺഗ്രസും അവർക്ക് കുടപിടിക്കുന്ന ജിഹാദി ശക്തികളും കള്ളക്കഥകളും വ്യാജ ആരോപണങ്ങളും ആയുധമാക്കുകയാണ്. പാലക്കാട് വിജയമുറപ്പിച്ച ശോഭാ സുരേന്ദ്രനെ വ്യക്തിഹത്യ നടത്താനും കള്ളക്കേസിൽ കുടുക്കാനും നടത്തിയ നീക്കങ്ങൾ ജനകീയ കോടതിയിൽ തകർന്നടിഞ്ഞ കാഴ്ച കേരളം കണ്ടു. ഇതിനു പിന്നാലെ ഏറ്റുമാനൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആതിര ഡി നായർക്കെതിരെയും സമാനമായ ഹണി ട്രാപ്പ് മോഡൽ ചതിക്കുഴികൾ ഒരുക്കാൻ ഈ സംഘം ശ്രമിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ലാത്തവർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ക്രിമിനൽ സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ബി.ജെ.പിയുടെ പെൺകരുത്തിനെ ചതിയിലൂടെ തോൽപ്പിക്കാമെന്ന മോഹഭംഗങ്ങളുടെ പിന്നാമ്പുറം നമുക്ക് പരിശോധിക്കാം. ബി.ജെ.പിക്ക് താമര വിരിയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാടെന്ന് കണ്ടറിഞ്ഞ് തുടക്കം മുതലേ ശോഭയെ തകർക്കാൻ കോൺഗ്രസും ജിഹാദി ശക്തികളും പാലക്കാട് ശ്രമം നടത്തിയിരുന്നു. ബി.ജെ.പി അവരുടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ പ്രഖ്യാപിച്ച് ഏറെ കഴിയുന്നതിന് മുൻപേ വി.ഡി. സതീശൻ പാലക്കാട് ബി.ജെ.പി CPM ഡിയിലുണ്ടെന്ന് ആരോപിച്ചു. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയാണ് CPMന്റെ RNM റസാഖ് എന്നും ഇത്രയും ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയത് ബി.ജെ.പി CPM ഡീലിന്റെ ഭാഗമായാണെന്നും പാലക്കാടിന് പകരം 10 സീറ്റിൽ ബി.ജെ.പി CPMനെ സഹായിക്കുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. എന്നാൽ ശോഭ ഈ ആരോപണത്തെ പൊളിച്ചടുക്കി വലിയ കുതിപ്പാണ് പാലക്കാട് നടത്തിയത്. കൊടുങ്കാറ്റ് വേഗതയിൽ കുതിക്കുന്ന ശോഭയെ രമേശ് പിഷാരടിയെ കൊണ്ടൊന്നും തടഞ്ഞു നിർത്താനാവില്ലെന്ന് കോൺഗ്രസും ജിഹാദി മാധ്യമങ്ങളും മനസ്സിലാക്കി. അതോടെയാണ് അവർ മറ്റൊന്നിൽ കുടുക്കിയാലേ ശോഭയെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന ഗൂഢാലോചനയിലെത്തിയത്. അതിനായി അവർ കെണിയൊരുക്കി കാത്തിരുന്നു. ഒടുവിൽ വോട്ടെടുപ്പിന്റെ തലേന്നാൾ ഒരു കള്ളക്കഥ മെനഞ്ഞു. ശോഭ അനുയായിയെ കൊണ്ട് ഒരു വയോധികയ്ക്ക് വോട്ടിനായി പണം നൽകി എന്ന കഥ. ആ അനുയായി മഹാരാഷ്ട്രയിൽ നിന്നും വന്ന വനിതാ ബി.ജെ.പി നേതാവാണെന്നും വരുത്തി തീർത്തു. പക്ഷേ ഈ കഥ കള്ളക്കഥയാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ നൽകിയ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇപ്പോൾ സാങ്കേതികമായി പോലീസിന്റെ അന്വേഷണവും പൂർത്തിയായി കഴിഞ്ഞു. ഈ ആരോപണം പാലക്കാട്ടെ ജനങ്ങൾ എത്രത്തോളം മുഖവിലക്കെടുത്തു എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. അതിനിടെയാണ് ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി ആതിര ഡി നായരെയും ഇതേ ഉപചാപക സംഘം കൊടുക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെന്ന റിപ്പോർട്ട് ഈയിടെ പുറത്തു വന്നത്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം അവശ്യായി അമ്മയും 2 കുഞ്ഞുങ്ങളുമാണ് ആതിരയുടെ വീട്ടിലേക്ക് വന്നത്. കുടുമാളൂരിനപ്പുറത്ത് നിന്നുള്ള പുളിഞ്ചോട് നിന്നാണ് വന്നതെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ഭർത്താവ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. മകനും ഹാർട്ടിലെ വാൽവിന് കുഴപ്പമുണ്ടെന്ന് സ്ത്രീ പറയുന്നുണ്ട്. ഉപജീവന മാർഗത്തിന് ലോട്ടറി വിൽക്കാൻ കുറച്ച് പണം ആവശ്യപ്പെടുകയാണ് ആ സ്ത്രീ പിന്നീട് ചെയ്തത്. അത് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ പുറത്തൊളിഞ്ഞു നിന്നിരുന്ന സംഘം അത് ക്യാമറയിൽ പകർത്തി വോട്ടിന് പണം എന്ന തലക്കെട്ടിൽ വാർത്ത കൊടുത്തേനെ എന്ന് ആതിര പറയുകയാണ്. ചതിയും വഞ്ചനയും ഉപചാപങ്ങളും മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ പാർട്ടിക്ക് ബി.ജെ.പിയുടെ മുന്നേറ്റത്തിൽ പരിഭ്രാന്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ജനമനസ്സുകളിൽ ബി.ജെ.പി എന്ന പ്രസ്ഥാനവും ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള കരുത്തുറ്റ നേതാക്കളും നേടിയെടുത്ത സ്ഥാനം ഇത്തരത്തിലുള്ള സെറ്റപ്പ് നാടകങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാമെന്ന് ആരും ഊഹിക്കണ്ട. വികസനത്തിന്റെ രാഷ്ട്രീയത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിഹത്യയിലേക്കും ഹീനമായ ചതിക്കുഴികളിലേക്കും തരം താഴുന്ന കോൺഗ്രസ് ജിഹാദി സഖ്യത്തെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാലക്കാട്ടെയും ഏറ്റുമാനൂരിലെയും ഈ കള്ളക്കഥകൾ രാഷ്ട്രീയ കേരളം പുച്ഛിച്ചു തള്ളും. ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ ബി.ജെ.പി പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കുകയുള്ളൂ. കള്ളം പറയുന്നവരുടെ നാവുകൾ ജനാധിപത്യത്തിന്റെ കോടതിയിൽ തോൽക്കുന്ന കാഴ്ചയ്ക്കാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിദ്വേഷത്തിന്റെയും വ്യാജ വാർത്തകളുടെയും കരിനിഴലുകളെ നീക്കി കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയുക തന്നെ ചെയ്യും. സത്യം ജയിക്കും. ബി.ജെ.പി മുന്നേറും.